ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ രാത്രികാല ചിന്തകൾ എന്തൊക്കെയാണ്, നിങ്ങളെക്കുറിച്ച് അവരെന്തൊക്കെയാണ് രാത്രി സമയങ്ങളിൽ ചിന്തിക്കുന്നത്. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ, ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ഒരു സമയത്ത് രാത്രി കാലങ്ങളിൽ അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. രാത്രി സമയങ്ങളിൽ എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ചും ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരുന്നത്. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ചും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ചും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റിസ് കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു വിധത്തിലുള്ള ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ഒരു ഹെൽപ്പും ഇല്ലാതെ, ഒരു സഹായവും ഇല്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സെപ്പറേഷനിൽ ഉള്ള വ്യക്തികളായിട്ടായിരിക്കും ഈ ഒരു റീഡിങ് കൂടുതലും റെസിനേറ്റ് ആകാനുള്ള ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ള എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുടെ കൂടുതൽ എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൂടുതലായിട്ട് നമുക്ക് അത്തരത്തിലുള്ള എനർജീസ് ആണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് സെപ്പറേഷനിലും ആകാനുള്ള സാധ്യതയുള്ള റീഡിംഗ് ആണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ടെങ്കിലും അവരുടെ ഒരു ഫാമിലിയിൽ നിന്നുള്ള ഒരു പ്രഷർ കൊണ്ടും നിങ്ങളുടെ ലൈഫിൽ അവർ കാരണം മോശമായി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി കൊണ്ടുമൊക്കെ ആയിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളെ ഈ ഒരു സമയത്ത് അവഗണിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കേണ്ടി ഈ വ്യക്തിക്ക് വന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഈ വ്യക്തിയുടെ അവഗണന നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്, ഒത്തിരി ഹർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ പരമായ കാര്യങ്ങളോ ഒരു കാര്യത്തിനും നിങ്ങൾക്ക് യാതൊരുവിധ സപ്പോർട്ട് നൽകാനായിട്ട് ആരുമില്ലാത്ത ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായി. ആ ഒരു ഒന്ന് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പോലും ഒരു വ്യക്തികളില്ലാതെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി. കാരണം ഈ ഒരു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് ഷെയർ ചെയ്യാൻ ഒരു വ്യക്തികളുമില്ല. നിങ്ങളുടെ പേഴ്സൺ തന്നെ നിങ്ങളെ അവഗണിച്ചു പോകുന്ന ഒരവസ്ഥ, വളരെയധികം വേദനയിലൂടെ നിങ്ങൾ കടന്നുപോയി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഉപേക്ഷിച്ച്, ഈ വ്യക്തിയെ ഉപേക്ഷിച്ച് അവിടെ നിന്നും പോകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു സെപ്പറേഷനിലായിട്ട് ആയിരിക്കാം ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ രാത്രി കാലങ്ങളിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ രാത്രി സമയങ്ങളിൽ നിങ്ങളെക്കുറിച്ച് വളരെയധികമായിട്ട് ചിന്തിക്കുന്നു. അപ്പോൾ രാത്രി സമയങ്ങളിലൊക്കെയാണ് അവർ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങൾ, അവർ ഫ്രീ ആയിട്ട് വരുന്ന സമയങ്ങൾ. ആ സമയങ്ങളിലൊക്കെ നിങ്ങളെക്കുറിച്ച് അധികമായിട്ട് ഇവർ ചിന്തിക്കുന്നുണ്ട്. ഇമോഷണലി ആ ഒരു സമയത്ത് അവർ വളരെ കൺഫ്യൂസ്ഡ് ആകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ അവരെ
ഒത്തിരി ഹർട്ട് ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ സ്വയമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ വിഷമിക്കുകയാണ്. ഞാൻ ഈ ഒരു പേഴ്സണെ, അതായത് നിങ്ങളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ചീറ്റ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്, ഞാനൊരു ചീറ്ററാണ് എന്ന് ഓർത്തിട്ട് അവർ ഒത്തിരി വിഷമിക്കുന്നതായിട്ട് നമുക്ക് ഇമോഷണലി ഹാർട്ട് ബ്രേക്ക് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ ഒത്തിരി വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഹൃദയം കീറി മുറിക്കുന്ന വേദനയിലൂടെയൊക്കെ ഈ ഒരു പേഴ്സൺ രാത്രി സമയങ്ങളിൽ കടന്നു പോകുന്നു. ആ സമയങ്ങളിലൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സമയങ്ങളൊക്കെ അവർ അവഗണിച്ച സമയത്തൊക്കെ നിങ്ങൾ എത്ര ഒരു വിഷമിച്ചിട്ടുണ്ടാകാം, ആ ഒരു സമയമൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവുക എന്നൊക്കെ ഈ ഒരു പേഴ്സൺ വളരെയധികം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ഈ ഒരു ടു ഓഫ് പെന്റക്കിൾസിന്റെ കാർഡ് എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് ആണ്. അതായത് ഇപ്പോൾ ഇവർ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനും ഇവർക്ക് വേണം, നിങ്ങളെയും വേണം. ആ ഒരു രീതിയിൽ കൺഫ്യൂസ്ഡ് ആവുകയാണ് ഈ ഒരു പേഴ്സൺ. ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്, ഒന്ന് മാനേജ് ചെയ്യാനായിട്ട്, രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് ഇവർ പല വിധത്തിൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ മനസ്സുകൊണ്ട് ഇവർക്ക് അതിന് പറ്റുന്നില്ല. അപ്പോൾ ഇവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടും ടെൻഷൻ ഉള്ളതായിട്ടും ഒക്കെ കാണപ്പെടുന്നു. ബാലൻസ് ചെയ്യാനായിട്ട്, ഈ രണ്ട് കാര്യങ്ങളും ബാലൻസ് ചെയ്യാനായിട്ട് വീണ്ടും വീണ്ടും ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് പറ്റുന്നില്ല. പിന്നെ നിങ്ങൾ ഉപേക്ഷിച്ച് പോകാമെന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനൊക്കെ ഇവർ ട്രൈ ചെയ്യുന്നുണ്ട്. ഒത്തിരി അതിന് വേണ്ടിയിട്ട് അവർ ബിസി ആകാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഡേ ടൈമിലെല്ലാം അവർക്കത് സാധിക്കുന്നുണ്ട്. ബിസി ആയിട്ട് ഒത്തിരി റഷായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടെടുക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളോ ഒന്നും അവരെ അലട്ടുന്നില്ല. പക്ഷെ നൈറ്റ് ടൈമിലാകുമ്പോഴത്തേക്കും അവർക്ക് വളരെയധികം വിഷമങ്ങൾ വരികയും അവർ രാത്രി സമയങ്ങളിൽ വളരെയധികം കരയുന്നതായിട്ട് ഒക്കെയുള്ള എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുകയാണ്, ഈ ഒരു വ്യക്തി ഈ ഒരു നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പിൽ വരുന്നത് വരെ വളരെ കൂളായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ നല്ലൊരു ഇന്റലിജന്റ് ആയിരുന്നു, സെൽഫ് ഡിസിപ്ലിൻ ഉള്ള വ്യക്തിയായിരുന്നു, ഒത്തിരി സത്യസന്ധനായ ഒരു വ്യക്തിയായിരുന്നു. മെന്റലി അവർ വളരെ സ്ട്രോങ് ആയിരുന്നു. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്ന് നിങ്ങളുമായിട്ട് നല്ലൊരു രീതിയിൽ പോയതിന് ശേഷം നിങ്ങളെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു സെപ്പറേഷനിലേക്ക് പോയത് ഇവർക്ക് താങ്ങാനായിട്ട് പറ്റുന്നില്ല. ഇവരെ മൈൻഡിന് വളരെയധികം വേദന വരുന്നത് കൊണ്ടും ടെൻഷൻ ആകുന്നു. ഇതെല്ലാം ഇവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് കൊടുക്കുന്നത്. ഞാനിത് എങ്ങനെ ഇങ്ങനെ ആയി എന്ന ഒരു ചിന്ത വരെ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു വ്യക്തി ഇല്ല, അല്ലെ നിങ്ങളെന്ന വ്യക്തി ഇല്ല എന്നുണ്ടെങ്കിലും എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് ഇവർ ബലം പിടിച്ച് പറയുന്നുണ്ടെങ്കിലും ഇവർ തന്നെ ഇവരോട് ചോദിക്കുകയാണ്, എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നത്, ഇവരെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ വളരെയധികം ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു ചിന്തകൾക്കൊക്കെ ഒരു കൺട്രോൾ വരുത്താനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. പല വിധത്തിൽ അവരത് ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴൊക്കെ ഒരു അൺഹെൽത്തി ആയ രീതിയിൽ അത് മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഒത്തിരി അമിതമായ ഒരു സ്നേഹം ഈ ഒരു പേഴ്സണ് കാണുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, ഈ ഒരു ഞാൻ ഇങ്ങനെ ഇത്രയും ചീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്ത് പോന്നു എങ്കിൽ തന്നെയും ഈ ഒരു വ്യക്തി, അതായത് നിങ്ങൾ അവരെ ഒന്ന് എന്തെങ്കിലും ഒരു ചീത്ത പറയുകയോ ദേഷ്യപ്പെടുകയോ ഫോൺ വിളിച്ചിട്ട് അല്ലെങ്കിൽ നേരിൽ കാണുമ്പോഴോ ഒന്ന് ദേഷ്യപ്പെടുകയോ ഒക്കെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ എന്ന് വരെ ഈ ഒരു പേഴ്സൺ രാത്രി സമയങ്ങളിൽ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയി എന്നതിന് ശേഷം നിങ്ങൾ ഒരിക്കലും ഇവരെ ടോർച്ചർ ചെയ്യാനോ ഇവരുടെ പുറകെ നടക്കാനോ ഒന്നും നിങ്ങൾ ചെന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ ഓക്കെ, ആ വ്യക്തിക്ക് എന്നെ വേണ്ട, എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട എന്നുള്ള രീതിയിൽ അത് വിട്ടിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങൾ ഉണ്ടാകാം. എങ്കിലും എന്നോട് സംസാരിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്നേഹത്തിന് വില തരാത്ത ഒരാളുടെ പുറകെ ഞാൻ എന്തിനു പോകണം എന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ അവരുടെ വഴിക്ക് വിട്ടിട്ടുണ്ടാകാം. അതാണ് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു കാര്യമായിട്ട് കാണുന്നത്. വ്യക്തി ശരിക്കും സങ്കടപ്പെടുകയാണ്. നിങ്ങളുടെ ആ ഒരു സ്നേഹം, ആ ഒരു കെയറിങ്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഒരു മോശമായ ആരോടും പറയാതിരിക്കുക, മോശമായ രീതിയിൽ സംസാരിക്കാതിരിക്കുക, നീ എന്നെ ചീറ്റ് ചെയ്ത് പോയല്ലോ എന്നുള്ള രീതിയിൽ യാതൊരു രീതിയിലും ആ ഒരു വ്യക്തിയെ ഇറിറ്റേറ്റ് ചെയ്യാതെ നിങ്ങൾ മാറി നിൽക്കുന്നു. അതാണ് ആ ഒരു പേഴ്സണെ വളരെയധികമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. എന്നെ വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ, എന്നോട് ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ എന്ന് വരെ ഈ വ്യക്തി ചിന്തിക്കുന്നതായിട്ട് ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ അത് ഓർത്തിട്ട് അവർ ഒത്തിരിയധികം കരയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള എനർജിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളെന്ന വ്യക്തി, നിങ്ങളെന്ന പേഴ്സൺ വളരെ അമേസിങ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണെന്നാണ് പറയാനായിട്ട് സാധിക്കുക. നിങ്ങൾക്ക് വിഷമം ഉണ്ടായിരുന്നു അവർ നിങ്ങളെ ചീറ്റ് ചെയ്തു പോയതിൽ, അല്ലെങ്കിൽ അവഗണിച്ചതിലൊക്കെ നിങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങൾ ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വ്യക്തി നിങ്ങളുടെ കൂടെ നിന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവർക്ക് ക്ഷമിച്ചു കൊടുക്കാനായിട്ട് തയ്യാറായി. നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് എനിക്ക് ഇത്രയും നഷ്ടങ്ങൾ സംഭവിച്ചു, അല്ലെങ്കിൽ എൻ്റെ സമയം നഷ്ടമായി പോയി. അപ്പം അങ്ങനെ ഒരു പരാതിയോ പരിഭവമോ ഒന്നും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതാണ് ഈ ഒരു പേഴ്സൺ ഏറ്റവും വിഷമമായി പോയിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ എന്നെ ഒരു 4 ചീത്ത പറഞ്ഞിരുന്നെങ്കിൽ എന്ന് വരെ അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. അതൊക്കെയാണ് അവരെ വളരെയധികം വിഷമിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് കാർഡ് നമുക്കൊരു ജസ്റ്റിസ് കാർഡാണ്. നിങ്ങൾക്ക് ഒരു ഫെയറും ഒരു ഇതും തന്നിട്ടില്ല, ആ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരണം എന്ന് ഈ വ്യക്തി വളരെയധികമായിട്ട് നിങ്ങളോട് ആ ഒരു ജസ്റ്റിസ് കാണിക്കണം, അതിനൊരു ആക്ഷൻ എടുക്കണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് അതിന് പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉള്ളതെന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് ഇത്രയും ഒരു അൺഫെയർ ആയ രീതിയിൽ പെരുമാറിയതിൽ അവർക്ക് ഒരു കർമ്മ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു കാര്യം അവരുടെ മനസ്സിൽ ആവർത്തിച്ച് ഓർമ്മിച്ചു വെക്കുന്നുണ്ട്. അത്രയധികം ഞാൻ ഈ ഒരു വ്യക്തിയെ വേദനിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇതിനൊരു കർമ്മ എന്തായാലും കിട്ടുമെന്ന് അവര് തന്നെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. വളരെ മോശമായ ഒരു കാര്യമാണ് ഞാൻ ചെയ്തത്, അവരെ അവഗണിച്ച് ഇങ്ങനെ ഇത്രയും വിഷമിപ്പിക്കണ്ടായിരുന്നു. ഞാനായിട്ടാണ് അവരെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് ഞാനായിട്ട് തന്നെ ആ ഒരു വ്യക്തിയെ ഈ റിലേഷൻഷിപ്പിൽ ഒറ്റപ്പെടുത്തി നിർത്തിയിട്ട് ഞാൻ പോയി. പക്ഷെ അവരുടെ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്തിട്ടുള്ളത്. എങ്കിൽ കൂടി അവരെ തന്നെ അവർ ബ്ലെയിം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്ന് അവർ ഒത്തിരിയധികം ആഗ്രഹിക്കുന്നുണ്ട്. രാത്രി സമയങ്ങളിലൊക്കെ അവർ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇനി ഇത്രയും ഒരു സംഭവം ഉണ്ടായി, ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു സെപ്പറേഷനിലേക്ക് പോയി, എന്നെക്കൊണ്ട് ഇനി എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുമോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു ഹാപ്പിനെസ് നൽകാനായിട്ട് അവർക്ക് എങ്ങനെ കഴിയും എന്ന ഒരു ചിന്തയിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഒരു ലൈഫ് മോശമാക്കണമെന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് തട്ടിപ്പറിച്ച് ഇവിടെ കൊണ്ടുവയ്ക്കണമെന്നോ ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അവരൊന്ന് വിളിച്ചിട്ട് ഒന്ന് സംസാരിച്ചാൽ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒത്തിരിയധികം വ്യക്തികളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവർ രാത്രി സമയങ്ങളിൽ ഇങ്ങനെ ചിന്തിക്കുന്നത്. ചില സമയങ്ങളിൽ അവർ നിങ്ങളോട് പറഞ്ഞ പല പ്രോമിസസ് വരെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സമയങ്ങളിൽ അവരിങ്ങനെ നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ, നിങ്ങൾ നല്ല പീക്കിലായ റിലേഷൻഷിപ്പ് നല്ല സ്നേഹത്തിൽ പോയിക്കൊണ്ടിരുന്ന സമയങ്ങളിൽ ചില പ്രോമിസുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്തു തരും, അല്ലെങ്കിൽ ഞാൻ അവസാനം വരെ നിന്റെ കൂടെ ഉണ്ടാകും, ആ ഒരു രീതിയിലുള്ള പ്രോമിസസ് ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ആ പ്രോമിസസ് ഒക്കെ ഓർത്തിട്ട് അവർ തന്നെ ഒത്തിരി വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട്. എനിക്കതൊന്നും നിറവേറ്റി കൊടുക്കാനായിട്ട്, ഒരു പ്രോമിസ് പോലും എനിക്ക് നിറവേറ്റി കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല, പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്, അങ്ങനെ വരെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ്, ഗിവ് മീ സം ലവ്, ഐ ആം സോറി. ഓക്കെ, എനിക്ക് കുറച്ച് സ്നേഹം തന്നാലും ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു, ഐ ആം സോറി എന്ന് ഈ പേഴ്സൺ പറയുകയാണ്. Right now I am realizing that I was selfish and immature. Please forgive me. I am sorry. Okay, ഈ ഒരു സമയത്ത് അവർ പറയുന്നു, ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാൻ വളരെ സെൽഫിഷും ഇൻമച്ചുറും ആയിരുന്നു, എൻ്റെ കാര്യം മാത്രം നോക്കി ഞാൻ പോവുകയാണ് ഉണ്ടായത്, അതിനാൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്. ഐ ആം സോറി എന്ന് ഒരു പേഴ്സൺ നിങ്ങളോട് പറയുന്നുണ്ട്. I am missing you so much right now. I wish you could hear beside me. Okay, I miss you. അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന പോലെ തോന്നാം, പക്ഷെ അവർക്കും വിഷമങ്ങളുണ്ട്. അത് അവരുടെ പുഞ്ചിരിയുടെ മറവിൽ അവർ മറച്ചു പിടിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. ഐ ഡിഡ് നോട്ട് റിയലൈസ്ഡ് ഏർലിയർ ദാറ്റ് ദിസ് ലവ് ഈസ് ഡീപ്പ് ഇൻസൈഡ് മീ. ഓക്കെ, ഫസ്റ്റ് ടൈമിലൊന്നും ഞാൻ ഈ ഒരു സെപ്പറേഷനിൽ പോയ സമയത്തൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല ഈ ഒരു സ്നേഹം, നമ്മൾ തമ്മിലുള്ള ഈ ഒരു സ്നേഹം, ഇത്രയും നിന്നോടുള്ള ഒരു സ്നേഹം ഇത്രയും ആഴത്തിൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞിരുന്നു എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല എന്ന് പറയുന്നു. ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു. ഓക്കെ, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് ഒക്കെ അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങളോട് എന്നുള്ളതാണ്. ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു. ഓക്കെ, അവർക്ക് ഒത്തിരി ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട്, പക്ഷെ അതെല്ലാം അവർ ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്ലീസ് ഫോർഗീവ് മീ, ഐ എം സോറി. വീണ്ടും വീണ്ടും അവർ ചോദിക്കുകയാണ്. നമുക്കത് ഓൾറെഡി 1, 2, 3 സോൾ മെസ്സേജിലും സോറിയാണ് ചോദിക്കുന്നത്. അവരെ വളരെയധികം നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് ഈ ഒരു സമയത്ത്. നിങ്ങളെ ഒറ്റപ്പെടുത്തി പോയതിനാൽ അവരെ ഒത്തിരി ക്ഷമ ചോദിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. റോസ് കളർ. ഓക്കെ, നവംബർ മന്ത്. യെസ് പോസിബിൾ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആർട്ടിസ്റ്റ്, സോഷ്യൽ വർക്കർ, 1975, 1980, 2 months. ഇടുക്കി ഡിസ്ട്രിക്റ്റ്, ഇടുക്കി ജില്ല എന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. സെക്കൻഡ് സ്റ്റഡ് ഇട്ടിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 7 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 30 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 54 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1976 കിട്ടുന്നുണ്ട്. നമ്പർ 10 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1981 കിട്ടുന്നുണ്ട്. ടെക് പരമായ കാര്യങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ലൈക്സ് ട്രാവലിംഗ്. ഓക്കെ, യാത്ര ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാം. കൊല്ലം ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 2 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗ്രീൻ കളറ് നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ എ കിട്ടുന്നുണ്ട്. ലെറ്റർ എൻ, ലെറ്റർ പി. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അവർ നിങ്ങളെ സ്പൈ ഒക്കെ ചെയ്യുന്നുണ്ടാകാം എന്ന് വിചാരിക്കുന്നു. ലെറ്റർ ജെ. 6 days എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. തൃശ്ശൂർ ജില്ല. ഓക്കെ, യു ക്യാൻ ട്രസ്റ്റ്. ഐസ്ക്രീം ലവർ, ഐസ്ക്രീം ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന കുറച്ച് ക്ലൂസ്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റിസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.